ഹലോ ഗൈസ്, ആനിം ഷോട്ട്സിലേക്ക് സ്വാഗതം. ഗാവോ യിങ് കണ്ണു തുറക്കുമ്പോൾ അവൻ തായ്സൂയിയുടെ മുന്നിലാണ്. ശരിക്കും ഈ ഹോട്ടലിലാണ് തായ്സൂയിയെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഈ ഹോട്ടലിന് മുകളിൽ 5 നിലകളും താഴെ 18 നിലകളും ഉണ്ട്. അവിടേക്കാണ് ഇപ്പോൾ യിൻഡിങ് നമ്മുടെ ഗാവോ യിങ്ങിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഗാവോ യിങ്ങിനെ ഇപ്പോൾ തായ്സൂയിയുടെ ശക്തി റിവൈവ് ചെയ്തിരിക്കുന്നു. പക്ഷേ അവൻ ഒന്നും മനസ്സിലാകുന്നില്ല. ഇതൊന്നും അവൻ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തിനാണ് തായ്സൂയി എന്നെ രക്ഷിച്ചത് എന്ന് അവൻ ചോദിക്കുന്നു. അപ്പോൾ യിൻഡിങ് പറയുന്നു, തായ്സൂയി നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നീ അവന്റെ ജീവനുള്ള ബലിയാണ്, എ ലിവിംഗ് സാക്രിഫൈസ്. ഗാവോ യിങ് ഒരു ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നു. തായ്സൂയിയുടെ ശക്തി അവന്റെ ശരീരത്തിൽ പ്രവേശിച്ചതോടെ അവൻ ഇനി ഒരിക്കലും ഈ ഹോട്ടൽ വിട്ടുപോകാൻ പാടില്ല. തായ്സൂയിയുമായി അവൻ ഒരു സഹജീവി രൂപപ്പെട്ടിരിക്കുന്നു. അതായത് അവനും തായ്സൂയിയും ഒന്നായി മാറിയിരിക്കുന്നു. ഗാവോ യിങ് ആദ്യമായി ഈ സത്യം അറിയുമ്പോൾ അവന്റെ മനസ്സ് തകർന്നു പോകുന്നു. അവൻ സ്വാതന്ത്ര്യം വേണം. അവൻ പുറം ലോകം കാണണം. പുതിയ കോളേജ് ജീവിതം നയിക്കണം. പക്ഷേ ഇപ്പോൾ അവൻ ഈ പഴയ ഹോട്ടലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എന്നാൽ ഗാവോ യിങ് എളുപ്പത്തിൽ കീഴടങ്ങുന്നില്ല. അവൻ പലവഴി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവൻ ഹോട്ടലിൽ നിന്ന് ഓടിപ്പോകാൻ നോക്കുന്നു. പക്ഷേ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുന്നു. ഈ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ചിലപ്പോൾ ചിരിപ്പിക്കുന്നതാണ്, ചിലപ്പോൾ ദുഃഖം തോന്നിക്കുന്നതും. കാരണം അവന്റെ ഓരോ ശ്രമവും പരാജയമടിയുമ്പോൾ അവന്റെ നിരാശ കൂടിക്കൊണ്ടിരിക്കുന്നു. അവൻ സ്വാതന്ത്ര്യത്തിനായി കൊതിക്കുന്നു. പക്ഷേ തായ്സൂയിയുടെ ശക്തി അവനെ ബന്ധിച്ചിരിക്കുന്നു. ഗാവോ യിങ്ങിന്റെ ഈ ശ്രമങ്ങളെല്ലാം യിൻഡിങ് നിശബ്ദനായി നിരീക്ഷിക്കുന്നു. അദ്ദേഹം ഇടപെടുന്നില്ല. അദ്ദേഹം മൗനം പാലിക്കുന്നു. യിൻഡിങ് 300 വർഷമായി തായ്സൂയിയെ കാത്തു സൂക്ഷിക്കുന്നു. ഈ ശക്തിയുടെ സ്വഭാവം അദ്ദേഹത്തിന് നന്നായി അറിയാം. ഗാവോ യിങ്ങിന് ഇത് മനസ്സിലാകാൻ സമയം വേണം എന്ന് അദ്ദേഹത്തിനറിയാം. ഗാവോ യിങ്ങിന്റെ ഈ ശ്രമങ്ങളെല്ലാം കണ്ടതിനുശേഷം യിൻഡിങ് അവൻ ഒരു താലിസ്മാൻ നൽകുന്നു. അദ്ദേഹം പറയുന്നു, ഇത് നിന്റെ കയ്യിൽ കരുതിയാൽ നിനക്ക് ഇവിടെ നിന്ന് പോകാം. ഗാവോ യിങ്ങിന് അതിയായ സന്തോഷം തോന്നുന്നു. അവൻ പറയുന്നു, ഞാൻ കോളേജിൽ റിപ്പോർട്ട് ചെയ്തിട്ട് മടങ്ങിവരാം. എന്നിട്ട് അവൻ പുറത്തേക്ക് പോകുന്നു. ഗാവോ യിങ് ഹോട്ടലിന് പുറത്തേക്ക് ചുവടുവെക്കുന്നു. അവൻ കോളേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അവിടെ നിന്ന് അവൻ ലീവ് എടുത്ത് വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഉദ്ദേശ്യത്തോടെ. പോകുന്ന വഴിയിൽ യിൻഡിങ് കൊടുത്ത താലിസ്മാന്റെ കുറച്ച് കോപ്പികൾ അവൻ എടുക്കുന്നു. അവൻ മെട്രോ നിലയത്തിൽ എത്തിച്ചേരുന്നു. ചുറ്റും ആളുകൾ, വെളിച്ചം, ജീവൻ. സാധാരണ ലോകത്തിന്റെ ഭാഗമാകാനുള്ള അവന്റെ ആഗ്രഹം സഫലമാകുന്നതായി തോന്നുന്നു. പക്ഷേ പെട്ടെന്ന് അവിടെ മുമ്പ് കണ്ട ആ നിഗൂഢ വ്യക്തി പ്രത്യക്ഷപ്പെടുന്നു. ആ വ്യക്തിയുടെ സാന്നിധ്യം മതി ഗാവോ യിങ്ങിലെ തായ്സൂയിയുടെ ശക്തി പ്രകോപിതമാകാൻ. അവന്റെ ശരീരത്തിലെ തായ്സൂയിയുടെ ശക്തി നിയന്ത്രണം വിടുന്നു. ഗാവോ യിങ് പൂർണ്ണമായും നിയന്ത്രണം വിടുന്നു. അവന്റെ ഉള്ളിലെ ശക്തി അവനെ കൂടുതൽ ആഴത്തിലേക്കും ഭ്രാന്തിലേക്കും അപകടത്തിലേക്കും വലിച്ചെടുക്കുന്നു. പെട്ടെന്ന് യിൻഡിങ് പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹം തന്റെ ശക്തി ഉപയോഗിച്ച് തായ്സൂയിയുടെ ശക്തിയെ സാധാരണ നിലയിലാക്കുന്നു. ഗാവോ യിങ് ബോധരഹിതനായി വീഴുന്നു. യിൻഡിങ്ങിന് മനസ്സിലാകുന്നു, ഗാവോ യിങ്ങിന്റെ ഈ മാറ്റത്തിന് പിന്നിൽ മറ്റാരുടെയോ കൈയുണ്ട്. കാരണം ഹോട്ടൽ വിട്ട് പുറത്തുപോയാലും ഗാവോ യിങ് ഇതുപോലെ നിയന്ത്രണം വിടാറില്ല. പകരം അവൻ ബോധരഹിതനാകുകയാണ് ചെയ്യുക.